ഹായ് കൂട്ടുകാരെ, ഇത് രാജീവാണ്. എല്ലാവർക്കും ബീഫ് ഇഷ്ടമല്ലേ? ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെജിറ്റബിൾ ബീഫാണ്. സോയാ ചങ്ക്സ് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ വെള്ളം അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചിട്ടുണ്ട്. നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുന്നുണ്ട്. നമുക്കതിലേക്ക് സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. നമ്മൾ 200 ഗ്രാം ക്വാണ്ടിറ്റിയാണ് എടുത്തിരിക്കുന്നത്. നമ്മളത് ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. സോയാ ചങ്ക്സ് തയ്യാറാക്കുന്ന സെമി ഗ്രേവി ആയിട്ടാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. 3 സവാള ഉള്ളി അരിഞ്ഞത്, 3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞ് വെച്ചത്, ഒരു 3 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഒരു തക്കാളി, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്. മൺചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്, ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം, വെളിച്ചെണ്ണ. അതിലേക്ക് നമുക്ക് ചെറിയ കഷ്ണം പട്ടയും 2 ഏലക്കായ ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് സവാള ഉള്ളി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉള്ളി സോഫ്റ്റ് ആകുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 3/4 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിലേക്ക് കുറച്ച് മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാല ചേർത്ത് കൊടുക്കാം. നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് കുറച്ച് നേരം അടച്ചു വെക്കാം. നമുക്കത് തുറന്ന് നോക്കാം. മസാല റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചൂടുവെള്ളത്തിലിട്ട സോയ ചങ്ക്സ് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം. നമുക്കിതൊന്ന് തുറന്നു നോക്കി ചെക്ക് ചെയ്യാം. റെഡിയായി വന്നിട്ടുണ്ട് നമ്മുടെ കറി, വെജിറ്റബിൾ ബീഫ്. അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇതുപോലൊക്കെ നിങ്ങളും ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.